എറണാകുളം ജില്ലയിൽ വാശിയേറിയ മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. മുൻ മന്ത്രി കെ ബാബുവാണ് സിറ്റിംഗ് MLA. CPM-ലെ M സ്വരാജിനെയാണ് അദ്ദേഹം കഴിഞ്ഞ തവണ പരാജയപ്പെടുത്തിയത്. ഇത്തവണ 3 മുന്നണികളും വലിയ പ്രതീക്ഷകളിലാണ്. LDF സ്ഥാനാർത്ഥിയായി CPM പരിഗണിക്കുന്നത് മുൻ കൊച്ചി മേയറും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ M അനിൽകുമാറിനെയാണ്. ക്ലീൻ ഇമേജുള്ള ജനകീയനായ അനിൽകുമാർ മത്സരിച്ചാൽ മണ്ഡലം തിരികെ പിടിക്കാം എന്ന് LDF പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറെ അടുപ്പം പുലർത്തുന്ന നേതാവാണ് M അനിൽകുമാർ. അദ്ദേഹത്തിന് ഏറെക്കുറെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ്. UDF സ്ഥാനാർത്ഥി ആരെന്ന് പരിശോധിക്കുമ്പോൾ 2 പേരുകളാണ് സാധ്യതാ പട്ടികകളിൽ മുന്നിലുള്ളത്. KPCC വൈസ് പ്രസിഡന്റ് M ലിജു ആണ് ഒന്നാമതായി കോൺഗ്രസ് പരിഗണിക്കുന്ന പേര്. ഈഴവ വിഭാഗത്തിന് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. വെള്ളാപ്പള്ളി നടേശനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കോൺഗ്രസ് നേതാവാണ് M ലിജു. KPCC വക്താവ് രാജു P നായരാണ് കോൺഗ്രസ് പരിഗണിക്കുന്ന രണ്ടാമത്തെ പേര്. ചാനൽ ചർച്ചകളിലൂടെ ശ്രദ്ധേയനായ രാജു P നായർ 2 വർഷമായി മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം സജീവമാണ്. മുനിസിപ്പാലിറ്റി ഭരണം പിടിച്ചതോടെ BJPയും കടുത്ത പോരാട്ടം നടത്താൻ രംഗത്തുണ്ട്. മുൻ DGP സെൻകുമാർ, സംവിധായകൻ മേജർ രവി എന്നീ പേരുകളാണ് BJP പരിഗണിക്കുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും തൃപ്പൂണിത്തുറയിൽ ഏറ്റുമുട്ടിയ M സ്വരാജും K ബാബുവും ഇത്തവണ മത്സരത്തിനില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് K ബാബു മത്സരത്തിൽ നിന്നും പിന്മാറാനുള്ള കാരണം. സ്വരാജിന് സുരക്ഷിതമായ മറ്റൊരു മണ്ഡലമാണ് പാർട്ടി ഇത്തവണ പരിഗണിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടിയ ലീഡ് നിലനിർത്താമെന്ന് UDF പ്രതീക്ഷിക്കുമ്പോൾ മേയറായിരുന്ന അനിൽകുമാറിന്റെ ജനകീയതയിലാണ് ഇടത് പ്രതീക്ഷകർ. നഗരസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭയിലേക്കും ഗുണം ചെയ്യുമെന്ന് BJP കരുതുന്നു. തീർച്ചയായും ശക്തമായ മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം ഈ തൃപ്പൂണിത്തുറയിൽ.